കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ച് കേൾക്കാത്ത മലയാളികളുണ്ടാകില്ല. ഒരു കാലത്ത് ബാല്യ കൗമാരങ്ങളുടെ പേടിപ്പെടുത്തുന്ന കഥാരൂപമായിരുന്നു കള്ളിയങ്കാട്ട് നീലി. കഥയും ചരിത്രവും ഇഴചേർത്തു പറഞ്ഞ് പഴകിയതാണ് നീലിയുടെ കഥ. രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി രക്തമൂറ്റി കുടിക്കുന്ന ഭീകരയക്ഷി. അതാണ് ഒറ്റ വാക്കിൽ കള്ളിയങ്കാട്ട് നീലി. സ്ത്രീലമ്പടന്മാരായ നൂറുകണക്കിന് പുരുഷന്മാരെ അവൾ നെഞ്ചു പിളർന്ന് രക്തമൂറ്റിക്കുടിച്ച് കൊന്നിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. നീലിയുടെ കഥയെ ആസ്പദമാക്കി സിനിമകളും സീരിയലുകളും ഉണ്ടായിട്ടുണ്ട്. പഴയ കേരളത്തിൻ്റെ തെക്കേ അറ്റമായ നാഗർകോവിലിൽ പനമരങ്ങളും കള്ളിച്ചെടികളും നിറഞ്ഞ കള്ളിയങ്കാടായിരുന്നു നീലിയുടെ വാസസ്ഥലം. ഒരു കാലത്ത് മലയാളക്കരയെ കിടുകിടാ വിറപ്പിച്ച കള്ളിയങ്കാട്ട് നീലി എന്ന രക്തദാഹിയായ യക്ഷിയുടെ കഥ ഇന്നും ഉൾക്കിടിലത്തോടെയാണ് ആളുകൾ കേൾക്കുക. കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ ദേശത്ത് താമസിച്ചിരുന്ന കാർവേണി എന്ന ദേവദാസിക്ക് അല്ലി എന്ന പേരുള്ള ഒരു പുത്രിയുണ്ടായിരുന്നു. സുന്ദരിയായ അവൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പിയുമായി പ്രണയത്തിലായി. പിന്നീട് അവരുടെ വിവാഹവും നടന്നു. എന്നാൽ ദുർനടപ്പുകാരനായ നമ്പി പണം മോഹിച്ചാണ് അല്ലിയെ വിവാഹം ചെയ്തത്. മരുമകന്റെ ദുർനടപ്പിലും ധൂർത്തിലും മനം നൊണ്ട് കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നു പുറത്താക്കി. ഇതറിഞ്ഞ അല്ലി അന്മയുടെ വാക്ക് കേൾക്കാതെ ഭർത്താവിനൊപ്പം വീട് വിട്ടിറങ്ങി. കള്ളിയങ്കാട് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇരുവരും യാത്ര നിർത്തി വിശ്രമിക്കാനിരുന്നു. ക്ഷീണിതയായ അല്ലി ഭർത്താവിന്റെ മടിയിൽ തലവെച്ചുറങ്ങുകയും ചെയ്തു. അല്ലി ഉറങ്ങിയെ തക്കം നോക്കി ദുഷ്ടനായ നമ്പി ഭാര്യയെ തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു. തുടർന്ന് ആഭരണങ്ങളുമായി കടന്നു. അല്ലിയെ തിരക്കിയിറങ്ങിയ സഹോദരൻ അമ്പി മരിച്ചു കിടക്കുന്ന സഹോദരിയെ കണ്ട് സങ്കടം സഹിക്കാനാവാതെ തല തല്ലി മരിച്ചു. അല്ലിയുടെ ആഭരണങ്ങളുമായി കടന്ന ഭർത്താവ് നമ്പി താമസിയാതെ സർപ്പദംശനമേറ്റു മരിച്ചു. വർഷങ്ങൾക്ക് ശേഷം അല്ലിയും അമ്പിയും നീലനും നീലിയും എന്ന പേരിൽ ചോള രാജാവിൻ്റെ മക്കളായി പുനർജനിച്ചു. ഈ നീലിയാണ് പിന്നീട് കള്ളിയങ്കാട്ട് നീലി എന്നറിയപ്പെട്ടത്. ഇവരുടെ ജനനത്തോടെ രാജ്യത്തുടനീളം പേമാരി, പകർച്ചവ്യാധികൾ, ദുർമരണങ്ങളും വ്യാപകമായി. രാജ്യത്തുണ്ടാകുന്ന ദുർനിമിത്തങ്ങൾക്ക് കാരണം നീലിയും നീലനുമാണെന്ന് ജ്യോതിഷവര്യന്മാരിൽ നിന്നും മനസ്സിലാക്കിയ രാജാവ് കുട്ടികളെ ചോള രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിനു സമീപമുള്ള പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു. തങ്ങളുടെ പൈശാചിക ശക്തിയിൽ വനത്തിൽ നിന്നും പുറത്തു കടന്ന നീലിയും നീലനും സമീപത്തുള്ള പഴകന്നൂർ ഗ്രാമത്തിൽ അല്ലി കൊല ചെയ്യപ്പെട്ട കള്ളിയങ്കാട് എന്ന സ്ഥലത്ത് വാസമുറപ്പിച്ചു. പിന്നീട് ഇവിടമായിരുന്നു ഇരുവരുടെയും വിഹാരകേന്ദ്രം. കള്ളിമുൾ ചെടികൾ നിറഞ്ഞ കുറ്റിക്കാട്, ചുറ്റും മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന പനമരങ്ങൾ. പരിസരങ്ങളിലൊന്നും ആൾപ്പാർപ്പുമില്ല. നീലിയുടെയും നീലൻ്റെയും വരവോടെ ഇവിടം ദുർമരണങ്ങളുടെ ഇടമായി. നീലിയെ ഭയന്നു പകൽ പോലും ആൾക്കാർ ഇവിടേക്ക് വരാൻ മടിച്ചു. സ്ഥലത്തെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും ഇതുവഴി വന്നാൽ നേരം പുലരുമ്പോൾ പനയുടെ ചുവട്ടിൽ എല്ലും തോലും മാത്രമാകും അവശേഷിക്കുക. നീലിയുടെ ഉപദ്രവം സഹിക്കാതായപ്പോൾ ഗ്രാമീണർ നാഗർകോവിലിൽ നിന്നും തമ്പി എന്ന മാന്ത്രികനെ വരുത്തി. തമ്പിക്ക് നീലനെ ആവാഹിച്ചു തളയ്ക്കാനായെങ്കിലും അതിശക്തിശാലിയായ നീലിയെ തളയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ മാന്ത്രികനെയും നീലി കൊലപ്പെടുത്തി. ഇതോടെ നീലിയെ ഭയന്ന് ഗ്രാമീണർ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാതായി. ഇതിനിടെ പാമ്പുകടിയേറ്റ് മരിച്ച അല്ലിയുടെ ഭർത്താവ് നമ്പിയുടെ പുനർജന്മമായ കാവേരി പൂമ്പട്ടണം സ്വദേശി ആനന്ദൻ പഞ്ചവങ്കാട് വഴി മുസിരിസിലേക്ക് വ്യാപാരത്തിനായി തിരിച്ചു. ആനന്ദൻ മുൻജന്മത്തിൽ തന്നെ ചതിച്ചു കൊന്ന ദുഷ്ടനായ ഭർത്താവ് നമ്പിയാണെന്ന് തിരിച്ചറിഞ്ഞ നീലി അയാളെ വശീകരിച്ച് പനയുടെ ചുവട്ടിലെത്തിയെങ്കിലും കയ്യിൽ മാന്ത്രികദണ്ഡുണ്ടായിരുന്നതിനാൽ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. ഇതിനിടെ നീലി യക്ഷിയാണെന്ന് മനസ്സിലാക്കിയ ആനന്ദൻ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഇതിനിടയിൽ യക്ഷി മായ കാട്ടി കുട്ടിയോടുകൂടി ഒരു സ്ത്രീരൂപം ധരിച്ചു. തുടർന്ന് ഭർത്താവ് വഴക്കിട്ട് ഓടിപ്പോവുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു.
എന്നാൽ അവർ യക്ഷിയാണെന്നും തന്നെ കൊല്ലാൻ പിന്നാലെ കൂടിയതാണെന്നും അവരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ലെന്നു മാത്രമല്ല, നിവൃത്തി നിന്ദയില്ലാതെ അവിടെ കഴിഞ്ഞ ആനന്ദനെ രാത്രി തന്ത്രപൂർവ്വം നീലി കൊലപ്പെടുത്തുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഗ്രാമവാസികൾക്ക് അയാൾ പറഞ്ഞ കാര്യം സത്യമായിരുന്നെന്ന് മനസ്സിലായത്. തൻ്റെയും സഹോദരൻ്റെയും മരണത്തിന് കാരണക്കാരനായ ആനന്ദനെ വധിച്ചതോടെ നീലി തൻ്റെ ഭീകരരൂപം ഉപേക്ഷിച്ചു. ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ക്രമേണ മാതൃദേവതയായി മാറുകയും ചെയ്തു. നീലിയുടെ കഥ അറിഞ്ഞവരെല്ലാം ക്രമേണ അവരെ ആരാധനയോടെ സ്മരിക്കാനും തുടങ്ങി.